ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നോമ്പ് ആരാധനയ്ക്കായി ആലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. സത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, അപ്പോൾ ഈ നോയമ്പ് ആരാധനയിലും ഈ ദിവസവും ഈ ആലയത്തിൽ കൂടിയെന്ന് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അങ്ങയെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഒരു കൃപ കൊടുത്തതിനായി സ്തുതിക്കുന്ന പിതാവേ, ഞങ്ങൾ ഈ നോയമ്പ് ആരാധനകളിലൂടെ ഞങ്ങളെ തന്നെ സ്വയം ശൂന്യമാണെന്ന വിശ്വാസത്തോടുകൂടി അങ്ങയെ സമർപ്പിച്ച് ആത്മസമർപ്പണത്തോടുകൂടി ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് ആത്മതപനം ചെയ്ത് അങ്ങയോട് ചേരുന്ന നാളുകളാക്കി ഈ നോമ്പ് ആരാധനകളെ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്ന് ആരാധനയ്ക്ക് ഓരോ ഭാഗങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന എല്ലാ വ്യക്തിജീവിതങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തന്നെ തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആരംഭിക്കുന്നു. അങ്ങ് കൂടെ ഇരുന്ന് വഴിനടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഓരോരുത്തരെ തിന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുന്ന സ്വർഗീയ പിതാവേ, ആമേൻ. ഇന്നത്തെ ആരാധനക്രമം പാട്ട് 86, അത് കഴിഞ്ഞ് വാക്യപ്രതിവാക്യം, അത് കഴിഞ്ഞ് വായന, വേദപാഠ വായന, അത് കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന, അത് കഴിഞ്ഞ് പാട്ട്, ഒരു കാണിക്കയുടെ പാട്ടാണ് 216-ാമത്തെ പാട്ട്, അത് കഴിഞ്ഞ് പ്രസംഗം. ഇതാണ് ഇന്നത്തെ ആരാധന. ആദ്യം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 86-ാമത്തെ പാട്ട് പാടാം. സങ്കീർത്തനങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 105 വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 105. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തന്നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ,
അവൻ്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിപ്പിൻ. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. അന്വേഷിപ്പിൻ. അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ്റെ അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ ഭാര്യയുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവൻ്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലും ഉണ്ട്. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അവൻ യാക്കോബിനൊരു ചട്ടമായി ഇസ്രായേലിനൊരു നീതിനിയമമായി നിയമിച്ചു. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്നരുളി ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തുടർന്ന് എല്ലാവർക്കും ഇരിക്കുക. വേദപാഠഭാഗം വായിക്കുന്നതാണ്. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം റോമർ 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. റോമർ 8:31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവർ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാനോട് ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിച്ചു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്തിൽ നിന്നു നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ വായിച്ചെടുത്തിരുന്ന വേദഭാഗത്താൽ ദൈവം നമ്മേവരെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ആദിവാത്സ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ ദൈവമേ, സ്തോത്രം കർത്താവേ, സ്തുതി കർത്താവേ. യേശുപ്പാ, ദൈവമേ, നോമ്പ് വാരത്തിൻ്റെ 6-ാം ദിനമായ ഇന്ന് ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ കൂടെ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് ചേരുവാൻ തന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തുതി കർത്താവേ. യേശുപ്പാ, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവേ, ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ട് രോഗികളായി കഴിയുന്ന ഒരുപാട് പേരുണ്ട് കർത്താവേ. ദൈവമേ, മെഡിക്കൽ കോളേജിൻ്റെ വരാന്തകളിൽ അശരണനായി കഴിയുന്നവരുണ്ട് കർത്താവേ. യേശുപ്പാ, ആരും നോക്കാതെ കഴിയുന്നവരുണ്ട് കർത്താവേ. ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. ബുദ്ധിമുട്ടുകളാലും പ്രയാസങ്ങളാലും ആരും നോക്കാതെ ഓരോരോ ആതുരാലയങ്ങളിൽ കൊണ്ടിട്ടിരിക്കുന്നവരുണ്ട് കർത്താവേ. യേശുപ്പാ, ഇതിൽ നിന്നെല്ലാം വേർതിരിച്ച് അടിയങ്ങളെ സന്തോഷത്തോടും സമാധാനത്തോടും ആക്കിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ദൈവമേ, എൻ്റെ യേശുപ്പച്ച മിഷണറി പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം അറിയിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. റോഡരികിൽ സുവിശേഷം അറിയിക്കുന്നവരുണ്ട് കർത്താവേ. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അവർ റോഡരികിൽ സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവേ, ഒരാളെങ്കിൽ ഒരാൾ ആ ഒരു വചനം കേട്ട് നന്നാവുമ്പോൾ എൻ്റെ യേശുപ്പ അങ്ങയുടെ കൃപ അവരുടെ കൂടെ ഇരിക്കണമേ കർത്താവേ. യേശുപ്പാ, ദൈവമേ, ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, 2 അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഭാ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ടും സമാധാനമായിട്ടും എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഈ സഭയിൽ കടന്നു വന്ന് നല്ല രീതിയിൽ തന്നെ ഈ സഭ മുന്നോട്ട് പോകാൻ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, അങ്ങയുടെ കൃപ ഉണ്ടാകണമേ കർത്താവേ. ഈ സഭയിൽ അങ്ങയുടെ വെളിച്ചം വീശണമേ കർത്താവേ. ദൈവമേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. യേശോപ്പാ,
സഭയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ സംഘടനകളും നയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ, അവരെല്ലാം അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ ദൈവമേ, സംഘടനകളെല്ലാം ദൈവമേ അങ്ങേർക്ക് ഈ ചർച്ചിന് പരിപോഷണത്തിന് ആവശ്യമുള്ളതായി തീരുവാൻ സഹായിക്കണമേ കർത്താവേ ദൈവമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് കർത്താവേ അടുത്ത് ഞങ്ങളെ നിലനിർത്തുവാനുള്ളത് കർത്താവേ ദൈവമേ. അവരുടെ ജീവിതം മനോഹരമാക്കി തീർക്കണമേ കർത്താവേ. എൻ്റെ യേശുപ്പാ ഉത്തരവാദിത്വവും എല്ലാം ഉള്ള മക്കളായിട്ട് തന്നെ അവരെ വളർത്തണമേ കർത്താവേ. കൃത്യനിഷ്ഠയോടുകൂടെ ജീവിതം നയിക്കുവാൻ സഹായിക്കണമേ കർത്താവേ ദൈവമേ. പഠിത്തത്തിലും നടത്തത്തിലും പോക്കിലും എല്ലാം അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവേ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവേ. ചെയ്യുന്ന പ്രവൃത്തിയുള്ള അവരുടെ ഫ്രണ്ട്സിനെ, അവരുടെ ടീച്ചേഴ്സിനെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവമേ. അതുപോലെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. പ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. അവരെ ആരോഗ്യത്തോടും സൗഖ്യത്തോടും അങ്ങയുടെ കൃപയിൽ വഹിച്ചു കൊള്ളണമേ കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തുതി കർത്താവേ. ഒരിക്കൽ കൂടെ ഈ സഭയെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ ദൈവമേ. യേശുപ്പാ ദൈവമേ, അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഇന്ന് നടത്തുന്ന ആരാധന അനുഗ്രഹിക്കണമേ കർത്താവേ. ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന മകനെ അനുഗ്രഹിക്കണമേ കർത്താവേ. അതുപോലെ ഓരോ ദിവസങ്ങളിലും ആരാധന നടത്തുന്ന ഓരോ മക്കളെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ. അച്ഛനില്ലാതെ ഞങ്ങൾ ആരാധന നടത്തുന്നു, അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവേ. എൻ്റെ യേശുപ്പച്ചാവ് അങ്ങയുടെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. എല്ലാം കേൾക്കുന്ന എൻ്റെ പൊന്നു കർത്താവേ, അങ്ങ് യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമസ്വരമേ, തിരുരാജ്യം വരണമേ, തിരു ഇഷ്ട സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിക്കാൻ സ്ഥല ദോഷങ്ങൾ നൊടിക്കണമേ. രാജ്യവും ശക്തിയും മാത്രം എന്ന് നീ കടത്തിക്കുള്ളാകുന്നു. ഇപ്പോൾ 216 പാട്ട് പാടാം. അപ്പോൾ സ്തോത്ര കാണിക്ക സ്വീകരിക്കുന്നതാണ്. So
പരിശുദ്ധ പിതാവ് ഇന്നിവിടെ കാണിക്കയായി അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാണിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവെ, ഇത് നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 100 മേനി അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ, അവരുടെ ജീവിതങ്ങളെല്ലാം കൂടെ ഇന്ന് വഴി നടത്തണമേ. ഇനിയും കൊടുക്കാൻ തക്കൊണ്ടുള്ള കൃപ പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് മുഖാന്തരം ദൈവത്തിൻ്റെ നാമം അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്തുതിക്കുന്ന പിതാവേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന പിതാവേ. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ ആലയത്തിൽ കടന്നു വന്ന് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കൊരു കൃപ തന്നതിനായി സ്തുതിക്കുന്ന പിതാവേ. അപ്പോൾ ഇന്നിവിടെ കടന്നു വന്നത് ഞങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഞങ്ങൾ സ്വയം ശൂന്യമായി അങ്ങയുടെ പാദത്തിലേക്ക് വരുന്ന പിതാവേ. ഞങ്ങളുടെ ഒന്നുമില്ല എന്നറിഞ്ഞ് വെറും പൊടിയാണെന്ന് കരുതി, പൊടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി അങ്ങയുടെ നാമത്തിൽ ആരാധിക്കുവാൻ അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്ന പിതാവേ. ഞങ്ങൾക്കൊന്നുമില്ലപ്പാ, എല്ലാം അങ്ങയുടെ ദാനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവേ. അപ്രകാരം ഇന്ന് ഇവിടെ ഈ നോയമ്പ് ആരാധനയിൽ വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, വ്യക്തിപരമായി അവരുടെ ജീവിതങ്ങളെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. എന്ത് ആവശ്യത്തിന് വേണ്ടി അവർ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്നുവോ അതിനങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് ഉത്തരമരുളുന്ന ദിവസങ്ങളാക്കി ഈ നോമ്പ് ദിവസത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരുടെ ജീവിതങ്ങളെ അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അവരുടെ സങ്കടങ്ങളെ അങ്ങ് മാറ്റി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ ജീവിതത്തിൽ ഈ നോയമ്പ് ആരാധനകളിലൂടെ ഉയർച്ച ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് കേട്ട് ശ്രദ്ധിച്ച് ഉത്തരമരളാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു പിതാവേ. ദൈവമേ, ഞങ്ങൾക്ക് വലിയ ചെയ്തുവെന്ന് സാക്ഷ്യം പറയക്കുന്ന രീതിയിൽ ഓരോ പ്രിയപ്പെട്ടവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ അടിയനെ താഴ്ത്തി കരങ്ങൾ കേൾപ്പിക്കുന്നു അപ്പാ. അങ്ങയുടെ വചനമായി നിൽക്കുന്നു, അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ അടിയനെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങൾ ആരംഭിക്കുന്നു, അങ്ങ് കൂടെ ഇന്ന് വഴി നടത്തണമേ. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ ചെലവിടുമ്പോൾ അവിടുന്ന് ഏറ്റവും അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങൾ ആരംഭിക്കുന്നു, കൂടെ ഇരിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ആലയത്തിൽ ദൈവജനമായി നിൽക്കുവാൻ വലിയവനായ ദൈവം അടിയനും ഒരു കൃപ തന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളിപ്പോൾ നോമ്പ് ആരാധനകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തരത്തിൽ ഓരോ 40 നാൾ നോയമ്പ്. അപ്പോൾ നമ്മൾ ചിലർ കത്തോലിക്കരൊക്കെ 50 നാൾ നോയമ്പ് എടുക്കുന്നുണ്ട്. നമ്മൾ 40 നാൾ നോയമ്പാണ് എടുക്കുന്നത്. നാം നമ്മെ തന്നെ ശൂന്യമാക്കുന്ന നാളുകളാണ് ഈ നോയമ്പിൻ്റെ നാളുകളെന്ന് പറയുന്നത്. അതായത് നമുക്കൊന്നുമില്ല, നാം വെറും ശൂന്യമാണ്, വെറും പൊടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ നോയമ്പ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകൂ. എന്തുകൊണ്ട് നോയമ്പ് ആചരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന നാം ഓരോരുത്തരും എന്തുകൊണ്ട് ഇന്ന് വളരെ സന്തോഷമാണ്. ഈ നാളുകളിൽ അല്ലെങ്കിൽ ഈ വർഷത്തെ നോയമ്പ് ആരാധനകളിൽ ഇത്രയും ആൾക്കാർ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു സന്തോഷത്തിന് കാരണമാണ്. കാരണം സാധാരണ ഇടയ്ക്കുള്ള ആരാധനകളിൽ നമ്മുടെ ആലയത്തിൽ ആൾക്കാർ കുറവാണ്. പക്ഷെ എന്നാലും നിങ്ങളെല്ലാവരും വാഞ്ചയോടുകൂടി ദൈവത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കുന്നു. അപ്പോൾ നാം ഈ ക്രൂശിൽ കിടക്കുന്ന ക്രൂശിൻ്റെ കിടക്കുന്ന യേശുവിൻ്റെ പാദത്തിലേക്ക് വരിക. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായി യേശുവിനെ ശ്രവിക്കാൻ സാധിക്കുള്ളൂ. യേശു ക്രൂശിൽ കിടന്ന് 7 മൊഴികൾ പറഞ്ഞത് നമുക്കറിയാമല്ലോ. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ ആ മൊഴികൾ നമ്മൾ ക്രൂശിൽ ചിന്തിക്കുമെങ്കിലും ആ മൊഴികൾ നമുക്ക് കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ നാം യേശുവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. തീർച്ചയായും യേശുവിൻ്റെ അടുക്കിലേക്ക് പോയാൽ മാത്രമേ യേശു പറയുന്നത് എന്തെന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കൂ. അങ്ങനെ കേട്ടാൽ മാത്രമേ നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാനും നമുക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ഞങ്ങളുടെ ഓഫീസിലേക്കുള്ള കോട്ടയത്തുള്ള അച്ചായന്മാരുണ്ട്. അവരൊക്കെ ആണെങ്കിൽ ഈ നോയമ്പ് ഭയങ്കര ഒരു ആഘോഷമായിട്ടാണ് എടുക്കുന്നത്. അവർ അതുവരെ മദ്യപാനവും സിഗരറ്റ് വലിയും എല്ലാം ആയിട്ട് നടക്കുന്ന അവരതെല്ലാം ഉപേക്ഷിച്ച്, അതല്ലെങ്കിൽ ഈ
നോൺ വെജ് ഫുഡെല്ലാം അവർക്ക് എപ്പോഴും നോൺ വെജ് ഫുഡൊക്കെ അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അവരൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ് തന്നെയാണ്. അവർക്ക് പോത്തും അങ്ങനെ ഇറച്ചിയും മീനും അതൊന്നുമില്ലാതെ ആഹാരം കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരിതെല്ലാം ഉപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, അപ്രകാരം കിട്ടുന്ന ആ തുക അവർ അങ്ങനെ ഒരു തുക സ്വരൂപിച്ച് അത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചു. കാരണം ഒരുപക്ഷെ അത് നമുക്ക് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദൈവത്തിന് നമ്മൾ അവരിങ്ങനെ കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ ആ ഭക്തി ആ സമയത്തെല്ലാം അവർ നല്ല ഭക്തിയോടുകൂടി ദൈവത്തിനെ ആരാധിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഒരുപക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും അവരുടെ ജീവിതം പഴയതിലേക്ക് പോകുന്നു എങ്കിൽ തന്നെയും പക്ഷേ ഈ ഒരു ആ കാലഘട്ടത്തിൽ അവർ അത് ഇപ്രകാരമായിരിക്കുമെന്ന് നാം നോക്കണം. ഞാൻ പറയുന്നത് അവരെ വീണ്ടും നമ്മൾ ആ പഴയ ജീവിതത്തിലേക്ക് പോകണമെന്നല്ല. നാം നോയമ്പ് കാലഘട്ടത്തിൽ നമ്മെ തന്നെ ഒരുക്കി നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് അത് തുടർന്നു കൊണ്ടുപോകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ നൊയമ്പുകൾ കൊണ്ട് നമുക്ക് ആ ഒരു പ്രസക്തി ഉണ്ടാകാൻ സാധിക്കൂ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം ദൈവസ്നേഹം എന്നതാണ്. ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ പാരതമ്യത്തിലെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ക്രൂശിലൂടെ കാണാൻ സാധിക്കുന്നത്. അത് പാരതമ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. തൻ്റെ പുത്രൻ, അത് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത്രത്തോളം ദൈവത്തിൻ്റെ ഇഷ്ടപുത്രൻ, നമ്മുടെ പുത്രൻ അല്ലെങ്കിൽ നമ്മുടെ പുത്രി, നമുക്കറിയാം മാതാപിതാക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല, മാതാപിതാക്കൾക്കറിയാം തങ്ങളുടെ മക്കൾ അവർക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന്. ആ പ്രിയപ്പെട്ട മകനെ അല്ലെങ്കിൽ കൊല്ലുവാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരും വിട്ടുകൊടുക്കില്ല. ഇപ്പം നമുക്കിനി സ്വർഗമല്ല എന്ത് തരാമെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ നാം ആരും നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു വലിയവൻ തന്നെയാണ്. താൻ സ്നേഹിച്ച പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ടുകൊടുത്ത ഒരു സ്നേഹമാണ് നമുക്കവിടെ സാധിക്കുന്നത്. അതിന് റോമർ എഴുതിയ ലേഖനം ഇന്ന് വായിച്ചു കേട്ട 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കുറച്ച് ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. കാരണം ഒരുങ്ങി വന്നപ്പോൾ ഒരുപാടുണ്ട്. എന്നാലും മെയിൻ വാക്യങ്ങൾ സ്പർശിച്ച് പോകുവാനെന്ന് ആഗ്രഹിക്കുന്നു. കൃത്യസമയത്ത് നിർത്തണമല്ലോ. ഇവിടെ 8:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നതും 34-35 അതിൻ്റെ ഉത്തരം പറയുന്നതായും തുടർന്നുള്ള വാക്യങ്ങളിൽ തൻ്റെ വിശ്വാസം പൗലോസ് അവിടെ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നാം കൂടുതലായി ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഒന്നാമതായി 31-ാമത്തെ വാക്യത്തിൽ ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം എന്ന് അവിടെ ചോദിക്കുന്നു. പൗലോസ് എഴുതിയ ലേഖനത്തിൽ റോമാക്കാരോട് ചോദിക്കുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം നാം എല്ലാവരും നമ്മോട് തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും എല്ലാം ഈ ലോകത്തിൽ സഹജമാണ്. അങ്ങനെ അപ്രകാരം സഹജകരമായ രീതിയിൽ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മോട് കൂടെ ആരാണ് ഉള്ളത് എന്ന് നമുക്കപ്പോൾ വിവേചിച്ചറിയുവാൻ സാധിക്കും. യേശുക്രിസ്തു ആണോ ഉള്ളത്, അതോ മറ്റാരെങ്കിലും ആണോ, നമ്മുടെ പണത്തിലാണോ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിലാണോ, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കുടുംബപരമായ ബന്ധങ്ങളിലാണോ, നമ്മുടെ കൂട്ടുകാരിലാണോ നാം ആശ്രയം വയ്ക്കുന്നതെന്ന് ആ സമയത്ത് നമുക്ക് അറിയുവാൻ സാധിക്കും. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അവർക്ക് എന്തോ വാക്യം അവിടെ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അവർ ചങ്ക് അല്ലെങ്കിൽ ബെസ്റ്റ്, അങ്ങനെ ഇപ്പം കുറേ വാക്കുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ആണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് അവർക്ക് എല്ലാം അവരാണ്, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ വേണ്ട, അല്ലെങ്കിൽ ബന്ധുക്കൾ വേണ്ട, പുരോഹിതന്മാർ വേണ്ട, സഭ വേണ്ട, യേശുക്രിസ്തു വേണ്ട, അവർക്കെല്ലാം അവരുടെ ചങ്ക് ബ്രദേഴ്സാണ്, ബ്രോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മാത്രമേ കാണൂ എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അപ്പോൾ ഇവിടെ പ്രതികൂലം എന്ന് നമുക്കിവിടെ പൗലോസിനെ നമുക്ക് അതിനെ ഒരു ഉദാഹരണമായി എടുക്കാം. പൗലോസിനെ നമുക്ക് ജീവിതം പഠിക്കുകയാണെങ്കിൽ ഒരിക്കൽ മെലിത്ത ദ്വീപിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അണലി ചുറ്റി. അപ്പോൾ എല്ലാവരും കാത്തിരുന്നു. അണലി അറിയാമല്ലോ, അണലി കടിച്ചാൽ മരണം ഉറപ്പാണ്. അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അണലി ചുറ്റി. എല്ലാവരും വിചാരിച്ച് തീർന്നു. അതെ പൗലോസ് എന്ന അല്ലെങ്കിൽ വ്യക്തി തീർന്നു, അവൻ്റെ അവസാനം അവിടെ ഫുൾ സ്റ്റോപ്പാണ്. അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരു നിമിഷം പോലും അവന് കിട്ടത്തില്ല. കാരണം അവൻ്റെ കയ്യിൽ ചുറ്റിയിരിക്കുന്നത് ആരാണ്? അണലിയാണ്. അണലിയെ ചുറ്റി അവൻ തീർന്നു, കടിച്ചാൽ തീർന്നു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അണലി കളിച്ചാൽ പിന്നെ നമുക്ക് അധികം
സമയമില്ല. അവൻ പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണുവാൻ വേണ്ടി അവിടെ കുറേ ആൾക്കാർ നോക്കിയിരുന്നു. അവരുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ആ അണലിയെ തന്നെ ആ തീയിലേക്ക് കുടഞ്ഞു കളയുന്ന ഒരു പൗലോസിനെ നമുക്ക് അവരെ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് അവിടെ പൗലോസിന് അപ്രകാരം സാധിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ പൗലോസിന് കൂടെ യേശു ക്രിസ്തു ഉണ്ടായിരുന്നത് കൊണ്ടാണ്. രണ്ടാമതായി ഇതേപോലെ തന്നെ കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്ന സമയമുണ്ട്. എല്ലാവരും നശിച്ചു പോകും, ഞങ്ങളിപ്പോൾ മരിച്ചു പോകും എന്ന് നിലവിളിച്ചപ്പോൾ അവിടെ അതൊന്നും ശ്രദ്ധിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച ഒരു പുരുഷനെ നമുക്കവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേരാണ് പൗലോസ്. ആ സമയത്തും യേശു കൂടെയുള്ളത് കൊണ്ട് അവൻ പതറിപ്പോയില്ല, അവൻ നഷ്ടപ്പെട്ടു പോയില്ല. രണ്ടാമതായി 32-ാമത്തെ വാക്യത്തിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാം നമുക്ക് നൽകാതിരിക്കുമോ എന്നുള്ള ആ വാക്യം നമുക്ക് വായിക്കുവാൻ സാധിക്കും. 32-ാമത്തെ വാക്യത്തിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് ചോദ്യം. അതായത് തൻ്റെ പുത്രനെ ലോകത്തിന് വേണ്ടി തന്ന് അവൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാതിരിക്കുമോ എന്നാണ് ചോദ്യം. അവിടെ നമുക്ക് ഇയ്യോബിനെ നോക്കാം. ഇയ്യോബ് പരമഭക്തനായിരുന്നു. അവൻ്റെ ഭാര്യ പോലും അവനെ ദൈവം ഒരു പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ പിശാച് അവൻ്റെ സകലത്തിലും അധികാരം നടത്തി. അവൻ്റെ ജീവനിൽ തുടരുതെന്ന് ദൈവത്തിൻ്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീവൻ എടുത്തില്ല. പകരം അവൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട അവസരത്തിലും ആ പിതാവിൻ്റെ ഭാര്യ പോലും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മനുഷ്യ, നിങ്ങൾ ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി മരിച്ചുകൂടെ എന്ന് പറഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയെല്ലാം ജീവിതങ്ങളിലും അപ്രകാരം അവസ്ഥകളെല്ലാം ഉണ്ടായിരിക്കാം. നാം നമ്മുടെ പ്രതികൂല അവസ്ഥകളിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ സ്നേഹിതരോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ എല്ലാം ഒരുപക്ഷെ നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ അപ്പോഴെല്ലാം ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന ബോധ്യത്തോടുകൂടി ജീവിച്ചാൽ ഇയ്യോബിനെ പോലെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കുവാൻ സാധിക്കും. 33-ാമത്തെ വാക്യം, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം പറയും എന്നതാണ്. ചുമത്തും എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നാം എല്ലാവരും വിധിക്കുന്നവരാണ്. ഞാനുൾപ്പെടെ എല്ലാവരും അവനിങ്ങനെയല്ലേ, അവൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണോ, അവനിങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ആ അച്ഛൻ ഇങ്ങനെയാണോ ചെയ്യുന്നത്, ആ അച്ഛൻ ചെയ്യുന്നത് തെറ്റല്ലേ, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ചെയ്യാമോ എന്നെല്ലാം വിധിക്കും. പക്ഷേ വിധിക്കുമ്പോൾ നാം നമ്മെ മറന്നുകൊണ്ടാണ് വിധിക്കുന്നത്. നാം നമ്മിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കി മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുറ്റങ്ങൾ മറച്ച് മറ്റുള്ളവരിലേക്ക് ഞാൻ കുറ്റം ചുമത്തുമ്പോൾ എൻ്റെ കുറ്റം കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. നാം ഒരുപക്ഷെ അവൻ്റെ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവൻ്റെ പ്രയത്നം അല്ലെങ്കിൽ അവൻ്റെ ആ പ്രവൃത്തി കൊണ്ട് ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാം എന്ന് വിചാരിച്ച് അവന് വിളിയില്ല എന്ന് നമുക്ക് വിധിക്കുവാൻ സാധിക്കില്ല. അവിടെ യൂദാസിനെയും ശൗൽ രാജാവിനെയും എല്ലാം നമ്മൾ കാണുവാൻ സാധിക്കും. ആ ശൗൽ രാജാവിൻ്റെ ജീവിതം എടുക്കുകയാണെങ്കിൽ ശൗൽ ഏറ്റവും പ്രഗത്ഭനായി ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി സുന്ദരനായ ഒരു മനുഷ്യൻ, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ. പക്ഷേ അവനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്തുവെങ്കിലും പിന്നത്തേതിൽ അവൻ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ കാരണം ദൈവമല്ല, ദൈവം തിരഞ്ഞെടുത്തതെങ്കിലും അയാളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അയാൾ തെറ്റിപ്പോകുന്നതായിട്ട് കാണിക്കാം. യൂദാസിനെയും യേശു തൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായി തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട് യൂദാസ് തെറ്റിപ്പോയി? ദൈവത്തിന് അറിയാമായിരുന്നു. പക്ഷേ എന്നിലും ചില തിരഞ്ഞെടുപ്പുകൾ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിൽ കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. ഒരുപക്ഷെ യേശുവിന് അറിയാം, ഇവൻ എൻ്റെ കൂടെ താലത്തിൽ കൈമുക്കും, ഇവൻ എന്നെ ഒറ്റുകൊടുക്കും, ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കും, എല്ലാം അറിഞ്ഞിട്ടും അവനെയും തിരഞ്ഞെടുത്തു. എന്നാൽ ആ തിരഞ്ഞെടുപ്പിനെ ന്യായീകരിക്കുവാൻ യൂദാസിന് സാധിച്ചിട്ടില്ല. എന്താണ് യൂദാസിൻ്റെ പരാജയത്തിന് കാരണം? ആ തിരഞ്ഞെടുപ്പിനെ യൂദാസ് ന്യായീകരിച്ചിരുന്നെങ്കിൽ യേശു എന്നെ തിരഞ്ഞെടുത്തു എന്ന് അവൻ ആത്മാർത്ഥത കൊണ്ട് തൻ്റെ ആ ദിവ്യാഗ്രഹത്തെ മാറ്റിവെച്ച് യേശുവിനോട് ചേർന്നിരുന്നെങ്കിൽ തീർച്ചയായും ആ യൂദാസ് ഒരു നല്ലൊരു വ്യക്തിയായി മാറുമായിരുന്നു. അവന്
മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉണ്ടാകുവാൻ ഇടയാക്കും. എന്നാൽ പത്രോസിനെ നോക്കൂ. പത്രോസ് എൻ്റെ അടുത്ത് യേശു പറയുകയാണ്, നീ കോഴി കൂവുന്നതിന് മുമ്പേ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയുമെന്ന്. അതേ യേശു പറഞ്ഞതുപോലെ തന്നെ പത്രോസ് തള്ളിപ്പറഞ്ഞു. എന്നാൽ പത്രോസ് നരകത്തിലേക്ക് പോയോ? ഇല്ല. എന്തുകൊണ്ട്? പത്രോസ് താൻ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഇനി ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പോടുകൂടി ദൈവത്തിൻ്റെ അടുത്തിലേക്ക് വന്നപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു. അവന് പുതിയ യേശുവിൻ്റെ ഏറ്റവും വലിയ ശിഷ്യനായി ആ പാറയിന്മേൽ ദൈവം തൻ്റെ സഭയെ പണിതു ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ 34 ക്രിസ്തു മരിച്ചവൻ ഉയർത്തവൻ എന്ന് കാണും. ഉയർത്തവൻ എന്നും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ദാവീദ് രാജാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് രാജാവ് ശൗലിനെ തൻ്റെ ഗുഹയിൽ വച്ച് തൻ്റെ കയ്യിൽ കിട്ടി. എന്നിട്ടും അവിടെ എന്തുകൊണ്ട് ശൗലിനെ കൊല്ലാതെ അല്ലെങ്കിൽ ശൗലിനെ ഉപദ്രവിക്കാതെ വിടുന്നുവെന്ന് നമുക്ക് താഴ്ത്ത് വായിച്ചാൽ കാണുവാൻ സാധിക്കും. അവിടെ ആ ദൈവം തിരഞ്ഞെടുത്തവനാണ്. ദൈവം തിരഞ്ഞെടുത്ത ശൗലിനെ കുറ്റം വിധിക്കുവാനോ അല്ലെങ്കിൽ കൊല്ലുവാനോ എനിക്ക് അധികാരമില്ല എന്ന് ദാവീദ് അവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം ദൈവം തിരഞ്ഞെടുത്തവർക്കുള്ള ശിക്ഷ അത് കൊടുക്കേണ്ടത് ദൈവമാണ്. 34 വാക്യത്തിൽ യേശുക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെ യേശുക്രിസ്തു എന്തുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരമായി പറയുകയാണ്, യേശുക്രിസ്തു മരിച്ചവൻ. തീർച്ചയായും യേശുക്രിസ്തു മരിച്ചവൻ തന്നെയാണ്. മരിച്ചവൻ മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റവൻ കൂടിയാണ്. ഉയർത്തെഴുന്നേറ്റവൻ മാത്രമാണോ? അല്ല, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനാണ്. അവൻ നമ്മുടെ വലതുഭാഗത്തിരിക്കുന്നത് മാത്രമാണോ? ഇല്ല, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും ഇത്രയും പാപം ചെയ്തിട്ടും ഇവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ യേശുക്രിസ്തു അവൻ ഒരിക്കൽ കൂടി ഒരവസരം കൂടി കൊടുക്കൂ, ഇനിയും അവൻ കാഴ്ചയില്ലെങ്കിൽ അവനെ വെട്ടിക്കളയാം അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാം എന്ന് പറയുക. ദൈവത്തിന് ഒരുപക്ഷെ നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ കൊണ്ട് ഇതിനു മുമ്പേ നശിച്ചു പോകേണ്ടവരായിരുന്നു. പക്ഷേ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്, ആ സ്നേഹമുള്ളതുകൊണ്ട് നാം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. എന്താണ് സ്നേഹമെന്ന് നമുക്ക് അറിയാമോ? പാപിയായ നമുക്ക് വേണ്ടി ദൈവപുത്രൻ തൻ്റെ ജീവനെ ക്രൂശിൽ വെടിഞ്ഞതാണ് സ്നേഹം. എന്താണ് സ്നേഹം? പാപികളായ നമുക്ക് വേണ്ടി ദൈവപുത്രൻ തൻ്റെ ജീവനെ ക്രൂശിൽ വെടിഞ്ഞതാണ്, ക്രൂശിൽ ജീവൻ തന്നതാണ് സ്നേഹം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വരിക മാത്രമല്ല, നമുക്ക് വേണ്ടി ജീവൻ തന്നു. ജീവനെ ഒരുവൻ്റെ ജീവനെ തന്നതിനേക്കാൾ വലിയ സ്നേഹം ലോകത്തിലില്ല. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു മരിച്ചു. അതുകൊണ്ട് എനിക്കിനി പുതിയ സൃഷ്ടിയായി ദൈവത്തിലെങ്കിലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടി ഞാനായിരിക്കുന്നു. അപ്രകാരം ക്രൂശിലേക്ക് ദൈവം മരിക്കുവാൻ തക്കവണ്ണമുള്ള സ്നേഹം, അത്രത്തോളം ദൈവം നമ്മെ ഏവരെയും സ്നേഹിച്ചു. ഇല്ലെങ്കിൽ നാം എല്ലാവരും എന്നേ നശിച്ചു പോകേണ്ടവരാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അറിയാമല്ലോ, വിശ്വാസം നിലനിൽക്കും, പ്രത്യാശ നിലനിൽക്കും, സ്നേഹവും നിലനിൽക്കും. സ്നേഹം പല വിധത്തിലാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം, സഹോദര സ്നേഹം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം. അങ്ങനെ സ്നേഹം പല വിധത്തിലുള്ള സ്നേഹങ്ങളുണ്ട്. പക്ഷേ ഈ എല്ലാ സ്നേഹവും നിലനിൽക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്നേഹം എന്നുള്ളത് വെറും അഭിനയം മാത്രമായി പോകുന്ന ഇതായിട്ട് നമുക്ക് ഈ വാർത്തകളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്താലും നമ്മുടെ വാർത്തകളെടുത്താലും എല്ലാം കാണുന്നത് ഈ സ്നേഹം എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ഞാൻ എന്ന ഒരു സത്വത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാം ദൈവത്തിൽ നിന്ന് അകലുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നാം മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ സ്നേഹം വചനങ്ങൾ നാം അറിയാമല്ലോ. നമ്മൾ ഇടയ്ക്കൊക്കെ ആരാധനയ്ക്കിടയ്ക്ക് സ്നേഹവചനങ്ങൾ പറയാറുണ്ട്. വിശ്വാസം നിൽക്കുന്നു, സ്നേഹവചനങ്ങൾ ക്ഷമിക്കുന്നു, സഹിക്കുന്നു, പ്രത്യാശിക്കുന്നു, സ്നേഹം നിലനിൽക്കുന്നു എന്നെല്ലാം നമ്മൾ ആവേശത്തോടുകൂടി വായിച്ച് അങ്ങ് പോകുന്നതായിട്ട് അതെല്ലാം നാം പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. സ്നേഹം ക്ഷമിക്കുന്നു, നാം എത്രയോടെ ക്ഷമിക്കുന്നുണ്ട്? സ്നേഹം പൊറുക്കുന്നു, നാം പൊറുക്കുന്നുണ്ടോ? എല്ലാം സഹിക്കുന്നു, നാം സഹിക്കുന്നുണ്ടോ? എല്ലാം നമ്മിലേക്ക് തന്നെ നോക്കണം. നാം മറ്റുള്ളവരുടെ ജീവിതം നോക്കി മറ്റുള്ളവർ അങ്ങനെയാണ്, മറ്റുള്ളവൻ അവനിങ്ങനെയല്ലേ, അവളിങ്ങനെയല്ലേ എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഞാൻ എങ്ങനെയാണ് എന്ന് ഞാൻ എന്നിലേക്ക് തന്നെ
നോക്കുന്ന സമയത്താണ് നമുക്കവിടെ ജീവിതം ക്രമീകരിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നു, സ്നേഹം എന്നത് ത്യാഗമാണ്. ക്രൂശിൽ നമുക്ക് പകരം യാഗമായി യേശുക്രിസ്തു ആ ത്യാഗത്തെ നാം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി സ്നേഹമെന്ന് പറയുന്നത് ക്ഷമയാണ്. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഉപദ്രവിച്ചവരോട് ക്ഷമിച്ച യേശുക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അടുത്തത് സ്നേഹമെന്ന് പറയുന്നത് സഹനമാണ്. തൻ്റെ പീഡനങ്ങൾ അതേ മുൾക്കിരീടം വച്ചപ്പോൾ, കൈകാലുകളിൽ ആണിയടിച്ചപ്പോൾ, അപ്പോഴെല്ലാം ആ സഹനം യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. അടുത്തതായി സ്നേഹമെന്നത് ഒരു കരുതലാണ്. തൻ്റെ മരണസമയത്തും തൻ്റെ അമ്മയെ തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ കരുതൽ. അടുത്ത സ്നേഹം എന്ന് പറയുന്നത് മരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് എത്ര പേർ അതിൻ്റെ ആ പോസിറ്റീവ് അർത്ഥത്തിലെടുക്കും എന്ന് അറിയില്ല. ഞാൻ പറയുന്നു, ക്രൂശ് സ്നേഹമെന്ന് പറയുന്ന മരണമെന്നാണ്. കാരണം സ്നേഹമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സ്നേഹമെന്ന് പറയുന്നത് ക്രിസ്തുവെങ്കിൽ അത് തീർച്ചയായിട്ടും മരണമാണ്. ക്രൂശിൽ നമുക്ക് പകരം മരിച്ച ആ യേശു ക്രിസ്തു സ്നേഹം, അത്രത്തോളം സ്നേഹം നമുക്ക് ആർക്കും തന്നെയില്ല. ലോകത്ത് നാം പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ആരെങ്കിലുമാണോ? ആരുമല്ല. ഒരുപക്ഷെ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ഒരുപക്ഷെ നമ്മൾ മരണം വരിക്കുകയോ പീഡകൾ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്തിരിക്കുക. പക്ഷേ യേശുക്രിസ്തു ആരുമല്ലാത്ത നമ്മളെ, വിജാതീയരായ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ആ കുരിശിലേക്ക് പോയത് എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ 33-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 39 വാക്യങ്ങൾ ഈ പൗലോസ് പറയുന്നതായിട്ട് കാണുന്നത്, ഒന്നിനും ദൈവസ്നേഹത്തെ വേർപിരിക്കാൻ സാധിക്കില്ല. അത് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പം അവിടെ 35-ാമത്തെ വാക്യത്തിൽ, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഈ കാര്യങ്ങളെല്ലാം അനുഭവിച്ചതാണ് നമ്മുടെ യേശുക്രിസ്തു. കാരണം ഇതെല്ലാം ആർക്ക് വേണ്ടി? യേശുക്രിസ്തുവിന് വേണ്ടിയാണോ? അല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ഈ കഷ്ടത എല്ലാം അനുഭവിച്ചത്. അപ്പോൾ അത്രത്തോളം കഷ്ടത നമ്മൾ ആരും തന്നെ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നാം വേർപിടിക്കുന്ന കഷ്ടതയോ ഒരിക്കലുമില്ല. യേശുക്രിസ്തു കഷ്ടത അനുഭവിച്ചതുപോലെ ആര് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്? സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത എല്ലാം അനുഭവിച്ചു. നഗ്നനായി ക്രൂശിൽ ആ ആൾക്കാരുടെ മുമ്പിൽ ക്രൂശിച്ച ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം എന്തിനു വേണ്ടി യേശുക്രിസ്തു അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. കാരണം എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് വീണ്ടെടുപ്പില്ലായിരുന്നു. അതെല്ലാത്തിൻ്റെയും ഒരു മൂല കാരണമേ ഉള്ളൂ, സ്നേഹം എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ശൗലിനെ നമുക്ക് നോക്കാം. പൗലോസിനെ നമുക്ക് പെട്ടെന്ന് ഓടിച്ച് നിർത്തുവാൻ കുറേയുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് നിർത്താം. ശൗലിനെ പൗലോസായി രൂപാന്തരപ്പെടുത്തുന്നു. ശൗലിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവർ മുക്കുവരായിരുന്നു, അല്ലെങ്കിൽ മറ്റു ചുങ്കം പിരിക്കുന്നവർ, അങ്ങനെയുള്ള പാപികളായ ആൾക്കാരെ എല്ലാം തിരഞ്ഞെടുത്തു. എന്നാൽ ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പൗലോസായിരുന്ന ശൗലിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവൻ ഒന്നുമില്ലാത്തവനല്ല, എല്ലാം ഉള്ളവനായിരുന്നു. സമ്പത്തുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, വിദ്യാഭ്യാസമുണ്ടായിരുന്നു, എല്ലാത്തിലും മുൻപനായിരുന്ന മിടുക്കനായ ആരോഗ്യവാനായ ഒരു യുവാവ്. ആ യുവാവ് തൻ്റെ ദൈവത്തെ, യേശുവിനെ ക്രൂശിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ, യേശുവിൻ്റെ ശിഷ്യന്മാരെ നശിപ്പിക്കണം എന്നുള്ള അവൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്ത്യാനികളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ യേശുവിനെ നശിപ്പിക്കുക. ക്രിസ്ത്യാനികൾ ഇല്ലാതായാൽ പിന്നെ ആരുണ്ട്? പിന്നെ യേശു നശിച്ചില്ലേ? അതാണ് പറയുന്നത്, യേശു ക്രിസ്തുവിന് വേണ്ടി നാം ജീവിക്കണം. നാം നന്നായി ഇരുന്നാൽ മാത്രമേ ലോകത്ത് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ സാധിക്കൂ. ഇങ്ങനെയുള്ള ക്രൂരനായ ശൗലിനെ ദൈവം കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. യേശു ക്രിസ്തുവിനെ ശൗൽ കണ്ടതല്ല, ശൗലിനെ ദൈവം കണ്ടതാണ്. നാം ഓരോരുത്തരും ഇന്നിവിടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവത്തെ കണ്ടതുകൊണ്ടല്ല, ദൈവം നമ്മെ കണ്ടതുകൊണ്ടാണ്. അവിടെ രൂപാന്തരം, യേശുവിനെ കണ്ടപ്പോൾ അവിടെ രൂപാന്തരം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ ജീവിതത്തിൽ അവിടെ ശൗലായിരുന്ന ആ വ്യക്തി പൗലോസായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതായിട്ട് സാധിക്കും. അതിക്രൂരനായി യേശുവിനെ ശിഷ്യന്മാരെ ഉപദ്രവിച്ച് നടന്നവൻ സാധുവായി യേശുവിനെ നേടുന്ന ഒരു മനുഷ്യനാക്കി തീർന്നു. കാരണം അനന്തമായ സ്നേഹത്തെ അവിടെ ശൗൽ അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൻ പൗലോസ്
പൗലോസായിട്ട് മാറുന്നതിനായി സ്തുതിക്കും. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ശൗലിന് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു രൂപാന്തരം വന്നതെന്നറിയാമോ? താൻ ഉപദ്രവിച്ച ക്രിസ്തു തന്നെ സ്നേഹിക്കുന്നുവെന്നുകൊണ്ടും അവൻ മാത്രമാണ് ദൈവമെന്ന് മനസ്സിലാക്കിയ നിമിഷം, ആ നിമിഷം ശൗലിനൊരു രൂപാന്തരം സംഭവിക്കുന്നു. യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവെന്നും യേശു അല്ലാതെ വേറൊരു ദൈവമില്ല എന്നും ശൗൽ മനുഷ്യരെ എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്ന് ശൗൽ മനസ്സിലാക്കിയ സമയം ശൗൽ പൗലോസായി മാറി. ഇപ്രകാരം ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ പൗലോസിന് ഇപ്രകാരമല്ലാതെ എങ്ങനെ സംസാരിക്കാൻ കഴിയും? അതെ, യേശുവിൻ്റെ നിന്നും അനേകം നന്മകൾ പ്രാപിച്ച അറിയാം, ഒരുപാട് യേശുക്രിസ്തു അനുഭവിച്ച പോലുള്ള കഷ്ടങ്ങൾ ശൗലിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. എങ്കിലും ഇത്രയും മിടുക്കനായ ആ യുവാവ് അതെല്ലാം യേശു നിമിത്തം സകലവും ഛേദമെന്ന് എണ്ണുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതം, പൗലോസിൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടെങ്കിൽ അതിന് കാരണം യേശുവിൻ്റെ സ്നേഹമാണ്. ഒരിക്കലെങ്കിലും ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് നമ്മൾക്ക് എങ്ങനെ ശൗലായി മാറുവാൻ സാധിക്കും? നാം ഓരോരുത്തരും ഓരോ പൗലോസുമാരായി തീരണം. പൗലോസുമാരായി തീർന്നാൽ മാത്രം പോരാ, അപ്രകാരം നമ്മൾ ലോകത്തിലേക്ക് പോയി നമ്മെ നോക്കി മറ്റുള്ളവർ പറയണം, ഇവൻ യഥാർത്ഥ ദൈവത്തിൻ്റെ പുത്രൻ, ഇവനിൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് എന്ന് പറയണം. അങ്ങനെ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്താണ് നമ്മെ ഇതിൽ നിന്നെല്ലാം യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിൻവലിക്കുന്നത്? ഒന്നുമല്ല. ഇവയെല്ലാം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കർത്താവ്, ആ കർത്താവിനെ മാതൃകയാക്കിയ പൗലോസ്, ആ പൗലോസിൻ്റെ ഇപ്രകാരം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഇത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മടങ്ങി വരിക, ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ആ സ്നേഹം ഈ നോയമ്പ് നാളുകളിൽ ആ പൗലോസ് നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ആ സ്നേഹത്തിലേക്ക്, അനന്തമായ സ്നേഹത്തിലേക്ക്, ലോകം തരുന്ന സ്നേഹം പോലെ അല്ല, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആർക്കും മറിച്ചു കളയാൻ സാധിക്കില്ല. ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരേണ്ടതാണ്. ആ സ്നേഹത്തിൽ നിന്നും ആർക്കും നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിച്ച് പൗലോസ് പറയുന്നു. പൗലോസ് അവിടെ അനുഭവിച്ച കഷ്ടതകൾ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട്. അതെല്ലാം മുൻവിധികളില്ലാത്ത സ്നേഹമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് പൗലോസ് രൂപാന്തരപ്പെട്ടത്? സ്നേഹം കൊണ്ട്. എങ്ങനെയുള്ള സ്നേഹമാണ്? മുൻവിധികളില്ലാത്ത സ്നേഹം. ആ മുൻവിധികളില്ലാതെ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. നാമും നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ സഹപ്രവർത്തകരെ നാം സ്നേഹിക്കുന്നത് മുൻവിധികളോടെ ആയിരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം പറയുന്നു. ഈ മുൻവിധിയോടുകൂടി ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ സ്നേഹിക്കുവാനോ നന്നായി നമുക്ക് പെരുമാറാനോ സാധിക്കില്ല. ഈ സ്വയം സമർപ്പണത്തിൻ്റെ നാളുകളിൽ, സ്വയം ശൂന്യമാക്കപ്പെടുന്ന നാളുകളിൽ, വെറും പൊടിയെന്ന് നാം മനസ്സിലാക്കുന്ന ഈ നാളുകളിൽ പരസ്പരം സ്നേഹിച്ച് ക്ഷമിച്ച് പൊറുത്ത് കരുതി യേശുവിൻ്റെ പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ വക്താക്കളാക്കി സ്നേഹനിധിയായ കർത്താവ് നമ്മെ ഏവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഇതിൽ നിന്നും വേദപഠനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കേട്ട വചനങ്ങളാൽ നമ്മെ ഏവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അപ്പോൾ ഇന്നിവിടെ കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം മുൻവിധികളില്ലാതെ സ്നേഹിക്കാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പൗലോസിനെ പോലെ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാൻ ഞങ്ങളേവരെയും ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ നോമ്പിൻ്റെ നാളുകളിൽ ഞങ്ങളുടെ കഷ്ടം അനുഭവിച്ച് ഞങ്ങൾ തന്നെ നുറുക്കി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. പിതാവേ, ഞങ്ങൾ വെറും പൊടിയാണെന്നെണ്ണി ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഞങ്ങളെ ശൂന്യതയിൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ ശൂന്യതകളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അതിനുവേണ്ട മുഖാന്തരങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി നൽകണമേ. ഞങ്ങൾ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ഏൽക്കാതെ യേശുവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ, ആ സ്നേഹം ലോകത്തിലേക്ക് പങ്കുവയ്ക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളെ അപ്രകാരം നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്കൊണ്ട് ക്രൂശിൽ മരിച്ച് ഉയർത്തിനേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. ആശീർവാദം. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.